എം.എ. ബേബി പറയുന്നത് പശ്ചിമ ബംഗാളിൽ ജനാധിപത്യം തിരിച്ചു വന്നു. അതായത് ബി.ജെ.പിയുടെ വിജയത്തെ അവർ പൂർണ്ണമായി സ്വീകരിച്ചു എന്നതിൽ കൂടെ കണക്കാൻ പറ്റില്ലേ സർ? ഇനി ബേബിക്ക് ബി.ജെ.പി ആയിട്ടൊരു അലയൻസ് ഉണ്ടാക്കാനുള്ള താല്പര്യമാണോ? അല്ല, തിരിച്ചു വന്നു എന്ന് തീർച്ചയായിട്ടും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? ഇല്ലേ, ജനാധിപത്യത്തിന്റെ ഒരു സാധ്യതയെ പറ്റി പറയുന്നുണ്ട്. സാധ്യതയെ പറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിൽ ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിട്ട് CPM-ന് ബംഗാളിലെ സംബന്ധിച്ചിട്ട് ഇതുവരെ BJP എന്നുള്ള അടി കിട്ടിയിട്ടില്ല. CPM അവിടെ തകർന്ന് തരിപ്പണമായത് മമതയുടെ അടി കിട്ടിയിട്ടാണ്. അതുകൊണ്ടാണ് എം.എ. ബേബി പറഞ്ഞത് 2011 മുതൽ മമതയുടെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ബേബി പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബേബിക്ക് ഈ ചടുലമായ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള ശീലമാണല്ലോ. ഈ 2011 ഈ സാമൂഹ്യ വിരുദ്ധ പാർട്ടിയെ ഒരു അവിടുത്തെ ബംഗാളിലെ ജനങ്ങളാണല്ലോ, ആ ബംഗാളിലെ ജനങ്ങളെ സാമൂഹ്യ വിരുദ്ധരാക്കി രൂപപ്പെടുത്തിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് 3 ദശാബ്ദത്തോളം ബംഗാൾ ഭരിച്ച CPM-ആണ് അല്ലേ? അത് മറക്കാൻ പാടുണ്ടോ? അങ്ങനെ 3 ദശകം കൊണ്ടൊരു സമൂഹത്തെ സാമൂഹ്യ വിരുദ്ധരാക്കി തയ്യാറാക്കി നിർത്തിയപ്പോൾ അതിനൊരു ക്യാപ്റ്റൻ എന്ന നിലയിലാണ് മമതാ ബാനർജി വന്ന് അവരുടെ നേതൃത്വം ഏറ്റെടുത്തത്. എന്നിട്ട് മമതാ ബാനർജി അവിടെ അതിമനോഹരമായിട്ട് 15 വർഷം ഈ പറഞ്ഞതുപോലെ ഓരോ പ്രദേശങ്ങളിലും ഈ സാമൂഹ്യ വിരുദ്ധരെ തന്നെയാണ് ഉപയോഗിച്ച് അവർക്കൊരു നേതാവിനെ ഫ്രാഞ്ചൈസി മോഡൽ ഓരോ പ്രദേശവും ഓരോ ഗുണ്ടാത്തലവൻ്റെ നേതൃത്വത്തിലായിരിക്കും. അദ്ദേഹമായിരിക്കും രാഷ്ട്രീയ നേതാവ്, അദ്ദേഹമായിരിക്കും അവിടുത്തെ ആൾക്കാരുടെ വോട്ട് അവിടുത്തെ ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ നിശ്ചയിക്കേണ്ടത്. അങ്ങനെ നിയന്ത്രിച്ചിട്ടാണ് കഴിഞ്ഞ 15 വർഷം ഈ എം.എ. ബേബി പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഭരിച്ചത്. അപ്പം ആലോചിച്ചാൽ 30 വർഷം കൊണ്ട് പരുവപ്പെടുത്തിയെടുത്ത ബേബിയുടെ ഭാഷയാണ് നമ്മൾ പറയുന്നത്. സാമൂഹ്യ വിരുദ്ധരായ ജനതയെ 15 വർഷം കൊണ്ട് മമത അതിൻ്റെ ഇരട്ടി വർദ്ധിപ്പിച്ചാണ് അല്ലേ? അപ്പോൾ 45 വർഷം ഒന്ന് ആലോചിച്ചാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായെന്ന് ആലോചിച്ചു, എത്ര ദശാബ്ദമായി. എന്നിട്ടും ഇന്ന് ബംഗാളികൾക്ക് അവിടെ പച്ചരി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ആരെങ്കിലും ബന്ധുക്കൾ വന്ന് കേരളത്തിൽ ജോലി ചെയ്ത് കാശ് അയച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നത് അല്ലേ? അതാണ് യഥാർത്ഥ എൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഈ BJP-യെ സഹിച്ചാൽ പോലും മമതയെ CPM-ന് സഹിക്കാൻ പറ്റാത്തത്. ബേബി സത്യത്തിൽ കാരണം എനിക്ക് തോന്നി CPM-കാരുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇവർ പൈങ്കിളിയാണ്, അടിസ്ഥാനപരമായിട്ട് പൈങ്കിളിയാണ്. പൈങ്കിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാധനം? വളരെ വളരെ ഉപരിപ്ലവമായിട്ട് കാര്യങ്ങളെ കാണുന്ന ഭൗതികവും തന്നെ പൈങ്കിളിയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഇന്ദ്രിയ തലത്തിനപ്പുറത്തേക്ക് ഉയരുന്നില്ല. അതുകൊണ്ടാണ് പൈങ്കിളി എന്ന് പറയുന്നത്. എല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആ തലത്തിൽ. അതുകൊണ്ടാണ് ഈ പിന്നെ ചില സംഗതികളൊക്കെ ഈ ചില കോട്ടയം പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുത്ത് കണ്ടിട്ടില്ലേ? അതിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വപ്നങ്ങൾ കാണുന്ന കൈത്തണ്ടകളിലൂടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തളച്ചിടുകയാണ് ഈ ഭൗതികമായ കാര്യങ്ങൾ. ഇവരുടെ ഭൗതികവാദമാണല്ലോ. അപ്പോൾ അതൊരു പൈങ്കിളി പാർട്ടിയാണ് CPM. പക്ഷേ മനുഷ്യൻ കുറേ കഴിയുമ്പോഴത്തേക്ക് പൈങ്കിളി മടുക്കും, ചെടിക്കും. അങ്ങനെ ചെടിക്കുമ്പോഴാണ് അവന് പിന്നെ വേറെ മുമ്പിലൊന്നുമില്ല. അവിടെയാണ് ഈ ആക്രമോത്സുകതയും സാമൂഹ്യ വിരുദ്ധതയും ആക്രമണവും നശീകരണ ഭാവമൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഈ CPM നശിക്കുന്ന സാധനം. അപ്പോൾ അത് കഴിഞ്ഞ പ്രചാരണത്തിന് എം.എ. ബേബി അവിടെ ബംഗാളിൽ പോയപ്പം പറഞ്ഞു അവിടെ വലിയ രീതിയിൽ തിരിച്ചുവരവിൻ്റെ ഒരു ഗതിയിലാണ് ബംഗാളിലെ CPM. സത്യം പറഞ്ഞാൽ ഇവർക്കാർക്കും ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് തൊട്ട് മുമ്പിൽ നടക്കുന്ന യാഥാർത്ഥ്യം എന്നുള്ളത് വിലയിരുത്താനുള്ള ശേഷിയില്ലാണ്ടായിപ്പോയി. അതാണ് ഈ CPM-ൻ്റെ ഒരു തകർച്ചയ്ക്കുള്ളൊരു വലിയ ഒരു കാരണം. അവർ ഒരു തരം ചിന്തകളിലാണ് അവർ രമിക്കുക. ചിന്തകളിൽ രമിച്ച് സുഖിച്ച് ഇങ്ങനെ കഴിയുക. അതേപോലെ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് പ്രവഹിപ്പിച്ച് അവരെ സൂചിപ്പിച്ച് ആൾക്കാരെ കൂട്ട നിർത്തുക. ഇതായിരുന്നു ഇവർ ചെയ്യുന്നത്. നാളെ ഉദാഹരണത്തിന് ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കാത്ത ക്രിസ്തീയ സഭയുണ്ട്. ആ ക്രിസ്തീയ സഭയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ ഇടതുപക്ഷവും ഇതെല്ലാം ഉയർന്നു വരുന്നത്. അപ്പോൾ ആ ഒരു കൾച്ചറാണ് ഇവരെ ഇപ്പോഴും നയിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ സഭ ക്രിസ്തുവിനെ മനസ്സിലാക്കാത്ത സഭയാണ് മനസ്സിലാക്കണത്. ആ മനസ്സിലാക്കാത്ത സഭ മരിച്ചു ചെല്ലുമ്പോഴുള്ള സ്വർഗത്തെ, അതായത് ഭാവിയിലെ സ്വർഗത്തെ കാട്ടിയിട്ടാണ് ആളിനെ കൂടെ നിർത്തുന്നത്. അതിന് ആകെ ഒരു വ്യത്യാസം പ്രകടമായിട്ട് പറഞ്ഞത് കഴിഞ്ഞ ഈ തൊട്ട് മുമ്പ് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ നരകവും സ്വർഗവും ഒന്നും, അല്ലെങ്കിൽ സ്വർഗം മരിച്ചു ചെല്ലുമ്പോഴല്ല, അതിവിടെയാണ്,
ഇവിടെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞ് മാർപ്പാപ്പയെ അവർ മറ്റേ വത്തിക്കാൻ ആൾമോസ്റ്റ് തിരുത്തിച്ചു. ഏകദൈവ സങ്കല്പം പോലും വേണ്ട എന്ന് പറഞ്ഞു, തിരുത്തി പ്രസ് റിലീസ് ഇറക്കിപ്പിച്ചു. അതാണ് ഈ സഭയുടെ ഒരു എന്ന് പറഞ്ഞതുപോലെ CPM ചെയ്യുന്ന എന്താണ്, നല്ല നാളെ, ഈ നാളെ ഇങ്ങനെ നീണ്ടങ്ങ് ആ പോകുന്നുള്ളതാ. ഈ നല്ല നാളെ കാണിക്കും. ഒരു ഭയങ്കര കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു സമത്വ സുന്ദരമായ സോഷ്യലിസം വാഴുന്ന അന്യന്റെ പുരോഗമന വാക്കുകൾ പോലെ കേൾക്കുന്നു, ഏ? അന്യന്റെ അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ കേൾക്കുന്ന, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ ആശയങ്ങൾ കേൾക്കുന്നവർക്ക് ഭയങ്കര സുഖം തോന്നും. ഇപ്പോൾ ഈ ഭാവിയിൽ നമ്മൾ മരിച്ചു ചെല്ലുമ്പോഴുള്ള സ്വർഗത്തെക്കുറിച്ച് കേൾക്കുന്ന, സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, പെട്ടെന്ന് മരിക്കാൻ തോന്നും. കാര്യം സ്വർഗം അത്രയും കൊതിപ്പിക്കുന്ന സാധനമാണ്. അല്ല, അത് ഒരു പുരോഹിതൻ പ്രസംഗിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണം, അപ്പൊ എല്ലാവരും കൈവെക്കും. ആർക്കൊക്കെ ഇപ്പൊ പോകണം, ആർക്കും പോകണ്ട. മനസ്സിലായില്ലേ? അപ്പം ഈ സ്വർഗത്തെക്കുറിച്ച് അത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ എത്തിപ്പെടാനായിട്ട് നമ്മൾ കിടന്ന് എന്തും ചെയ്യുന്നുള്ള അവസ്ഥയാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് CPM ഈ നമ്മുടെ മുമ്പിൽ, അല്ലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നാളെയെക്കുറിച്ചിട്ടുള്ള ആ ഭാസുര സ്വപ്നം. ഇത് കേൾക്കുന്നവർ വീണുപോകും. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. പാവം എത്ര പൈങ്കിളിമാർ കുനിഞ്ഞു നിന്ന് ആ കൊയ്തപ്പോൾ ആ സ്വപ്നം കണ്ടു കാണും, ഇല്ലേ? ഏതെങ്കിലും ഒരു പൈങ്കിളിക്ക് കിട്ടിയ ഒരു കൃഷി ചെയ്യാനായിട്ടൊരു 10 സെൻറ്റോ 15 സെൻറ്റോ നിലമെങ്കിലും, ഏതെങ്കിലും ഒരു എന്തൊരു ചതിയാണെന്ന് ആലോചിച്ച് നോക്കണം, അല്ലേ? ചരിത്രത്തിൽ ഇത്രയും വലിയ ചതിയുണ്ടോ? ഞെട്ടിപ്പോകും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. ആ പൈങ്കിളിയെയൊക്കെ സ്വപ്നം കണ്ടു, പൈങ്കിളി വീട്ടിൽ വന്നിരുന്നതിന് സ്വപ്നം കണ്ടു കാണും, അല്ലേ? അന്ന് ഈ ഒരു സ്വന്തമായിട്ട് പിന്നെ കൊയ്യാൻ പറ്റുന്ന, കൃഷി ചെയ്യാൻ പറ്റുന്ന കുറച്ച് നിലവും, അതേപോലെ തന്നെ ഒരു കൊച്ചു കൂരയും, അതിനകത്ത് കുടുംബമൊക്കെ സ്വപ്നം കണ്ടു കാണും ആ പൈങ്കിളിയും. അങ്ങനെ നാളേക്കുള്ള സ്വപ്നം വിറ്റ് ആണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾക്കാരെ കൂടെ നിർത്തിയത്. പക്ഷെ ഇപ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ആകാംക്ഷ എന്താണ്, ഇന്നാരോ ഒന്ന് വിഴുങ്ങിക്കളയും. പണ്ട് ഞങ്ങളൊക്കെ SN കോളേജിൽ പഠിക്കുന്ന സമയത്ത് സമരം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് വെച്ചാൽ നേരെ NHലേക്ക് ഇറങ്ങുക, ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയുക. അപ്പോൾ അത് കാരണം അവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്നും അല്ലെങ്കിൽ വടക്കുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഈ SN കോളേജിൻ്റെ പരിസരത്തിൻ്റെ അപ്പുറം ഇപ്പുറം എത്തുമ്പോഴത്തേക്ക് ഷട്ടറിടാൻ പറയുമായിരുന്നു കണ്ടക്ടർമാർ. കാര്യം SN കോളേജിൻ്റെ അടുത്ത് ചിലപ്പോൾ കല്ലെറി കിട്ടും. അങ്ങനെ കല്ലെറിയാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്ത് നേതാക്കന്മാർ പറയും, നോക്കണമെന്ന് പറയും വണ്ടി ഏതാണെന്ന്. അശോക് ലൈലൻഡ് ആണെങ്കിൽ എറിയണ്ട, ടാറ്റ ആണെങ്കിൽ എറിയാൻ പറയും. കാര്യം അന്ന് ഇന്ത്യയെ വിഴുങ്ങാൻ പോകുന്നത് ടാറ്റയും ബിർളയും വന്ന് വിഴുങ്ങും. മനസ്സിലായേ? അന്ന് ഞങ്ങൾ പ്രസംഗിച്ചതൊക്കെ ഇപ്പോഴും പറയുന്നത് 4000 കോടി റുപ്യയാണ് 80കളിൽ തുടക്കത്തിൽ 4000 കോടി റുപ്യയാണ് ടാറ്റയുടെ ആസ്തി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തെറ്റാണെന്നാണ് നമ്മൾ പഠിപ്പിച്ചിരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടതേ. ഈ ഭാവിയിൽ ചില ഭീകര ജീവികൾ നമ്മളെ വന്ന് വിഴുങ്ങുമെന്നും അതോടൊപ്പം തന്നെ ആ വിഴുങ്ങലിനെ അടിച്ചമർത്തി അവരെ നശിപ്പിച്ച് നിങ്ങളുടെ രക്ഷകരായി ഞങ്ങൾ മാറി ഒരു ഭയങ്കര സ്വർഗം നിങ്ങൾക്ക് സമ്മാനിക്കും പറഞ്ഞിട്ടാണ് CPM അല്ലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ ലോകത്ത് മുഴുവൻ ചോരപ്പുഴ ഒഴുക്കിയത്. 20-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നൂറ്റാണ്ട് മുഴുവൻ ചോര തളം കെട്ടി നിൽക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഭാവിയിൽ വിഴുങ്ങാൻ പോകുന്ന ഭീകരനെ ചൂണ്ടിക്കാണിക്കും, അങ്ങനെ പേടിപ്പിക്കും. അവനെ നേരിട്ടിട്ട് നിങ്ങളെ രക്ഷിക്കണോ, ഞങ്ങളേ ഉള്ളൂ, നിങ്ങളെ രക്ഷിച്ചാലോ അതിഗംഭീരമായൊരു സ്വർഗം. ഇതാണ് എല്ലായിടത്തും പറ്റി ഇപ്പോൾ തെളിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും ഭരണത്തിലില്ലാണ്ടായി. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയ വാചകങ്ങളൊക്കെ അടിച്ചു നടക്കാം എന്നുള്ളതല്ലാതെ. അപ്പം എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയത്, ഒരു ജനത എങ്ങനെ ബേബി പറയാൻ പാടില്ല. 2011 മമതയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ വിരുദ്ധ പാർട്ടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 2011 വരെ അവിടെ ഉണ്ടായിരുന്ന 3 ദശകം ഭരിച്ച പാർട്ടിയാണ് CPM. അവരെ അങ്ങനെ ആക്കിയത് ആര്? ഒരു രാഷ്ട്രീയ നേതാവോ ചിന്തകനോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്, അല്ലേ? ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണിട്ട് 25 വർഷമേ എടുത്തുള്ളൂ ജപ്പാൻ ലോകത്തിലൊരു സാമ്പത്തിക ശക്തിയായിട്ട് ഉയർത്തെഴുന്നേക്കാനായിട്ട്. ഇത് 30 വർഷം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവിടെ ഭരിച്ചിട്ട് മനുഷ്യന് വിശപ്പടക്കാൻ പോലുള്ള ഒരു സൗകര്യവും ഭൗതിക സാഹചര്യങ്ങൾ പോലും പശ്ചിമ ബംഗാൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. വേശ്യാലയങ്ങളുടെ നാടായിട്ട് നിന്നു.
അല്ല, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ലത്. പക്ഷേ അത് വാസ്തവമാണ്. അത് നമ്മൾ പറയുന്നത് ജനത്തെ ശരിയല്ല. കാരണം അവരുടെ അപമാനിക്കും. നമ്മൾ അങ്ങനെ പറയുമ്പോൾ പോലും മനുഷ്യൻ്റെ വിശപ്പ് മനസ്സിലാക്കണമുണ്ട്. അതെ. മനുഷ്യൻ ഇപ്പം പിന്നെ പുഴുക്കൾ പോലെയാണ് ചില സ്ഥലങ്ങളിൽ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ ബംഗാളിൽ നിന്ന് വരുന്ന പലരും ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തമ്പടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തമ്പടിച്ചു തുടങ്ങി. അതെ. ഇവിടെ സ്ഥിര സെറ്റിൽമെൻറ്റ്. കാര്യം അവർക്ക് ഇവിടെ വരുമ്പോൾ കൊട്ടാര സഹൃദമായ എന്താ പറയുക, സ്വർഗ തുല്യമായ ജീവിതമാണ് അല്ലേ? അതെ. അപ്പം ഇന്നിപ്പം ഒന്ന് ആലോചിച്ച്, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ട് പോലും ബംഗാളിക്ക് ഇവിടെ വന്ന് നമ്മളുടെ കൂലിപ്പണി ചെയ്ത് ഇപ്പം നമ്മളൊരു ബംഗാളിയെ വിളിക്കുന്നതാണ് പറയുന്നത് ബംഗാളി അല്ലേ, എന്തൊരാവശ്യം ഉണ്ടെങ്കിലും. അപ്പോൾ അതൊക്കെയാണ് MA ബേബി പിള്ളേർ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഒരു സ്വയം വിമർശനത്തിന് ഒന്ന് തയ്യാറാവേണ്ട, അല്ലെങ്കിൽ തിരിഞ്ഞുനോട്ടത്തിന് ഒരു തയ്യാറാകേണ്ട സമയം. വിശേഷം കേരളത്തിലും ഈ പറഞ്ഞതുപോലെ ബംഗാളിലെ അവസ്ഥ തൻ്റെ പാർട്ടി നേരിടുന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കൂടിയാണ്. CPMന് കേരളത്തിൽ ഇന്ത്യയിൽ തീരെ അഡ്രസ്സ് ഇല്ലാതാവുന്ന അവസ്ഥയിൽ സ്ഥാനം വഹിക്കുന്ന അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ തന്നെ ഇത് ഈ പറഞ്ഞതുപോലെ അപ്രത്യക്ഷമാകുമോ എന്ന് പോലും നമുക്ക് സംശയിക്കാവുന്ന ഒരവസ്ഥയിലേക്കാണ്, ഈ രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ സംഗതികളുടെ പോക്ക്. ഇന്ത്യ ലൈവ് എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണം. നമ്മുടെ IND എന്ന ആ ലോഗോയിൽ ഒന്ന് വിരലർത്തിയാൽ നമ്മുടെ ഫീഡ് തെളിഞ്ഞു വരും. അതിൽ ഒരു നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടുപുറത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ അമർത്തിയാൽ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഉറപ്പായി. ഞങ്ങളെ സഹായിക്കേണ്ടത് അങ്ങനെയാണ്.